അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1282. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിശ്ചയം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ സ്വല്ല അഹദുക്കും, നിങ്ങൾ ഒരാൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ, ഫലാ യളഅന അലൈഹി അൻ യമീനിഹി, അവൻ്റെ രണ്ട് ചെരുപ്പ് അവൻ്റെ വലതുഭാഗത്ത് വെക്കരുത്, വലാ അൻ യസാരിഹി, അവൻ്റെ ഇടതുഭാഗത്തും വെക്കരുത്, ഫതകൂന യമീന ഗൈരിഹി, അവൻ്റെ ഇടതുഭാഗത്ത് വെക്കുമ്പോൾ അത് മറ്റൊരാളുടെ വലതുഭാഗത്താവാൻ സാധ്യതയുണ്ട്. ഇല്ലാ അല്ലാ യകൂന യസാരിഹി അഹദുൻ, അവൻ്റെ ഇടതുഭാഗത്ത് ആരും ഇല്ലെങ്കിൽ ഒഴികെ. അവൻ്റെ ഇടതുഭാഗത്ത് ആരും ഇല്ലെങ്കിൽ ഇടതുഭാഗത്ത് വെക്കാം, വലതുഭാഗത്ത് വെക്കരുത്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ആളുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് വെക്കേണ്ടത്? പോലെ അല്ലാഹുമ ബൈന റിജ്ലൈഹി, അവൻ്റെ രണ്ട് കാലിൻ്റെ ഇടയിൽ വെച്ചുകൊള്ളട്ടെ. പലപ്പോഴും മക്കയിലും മദീനയിലൊക്കെ പോകുമ്പോൾ നാം നമ്മുടെ ചെരുപ്പ് നഷ്ടപ്പെടുമോ എന്ന് കരുതി കവറിലിട്ട് നാം കയ്യെ പിടിക്കാറുണ്ട്. അപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ ചെരുപ്പ് എവിടെ വെക്കും? പലപ്പോഴും നമുക്കൊരാശങ്ക ഉണ്ടാവും. എന്നാൽ ഒരിക്കലും നമ്മുടെ വലതുഭാഗത്ത് വെക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവുന്ന കാര്യങ്ങൾ അത് അവിടെ നിന്ന് വിരോധിച്ചിട്ടുണ്ട്. മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ വലതുഭാഗത്ത് വെക്കരുത്. ഇടതുഭാഗത്ത് വെച്ചാൽ മറ്റൊരാളുടെ വലതുഭാഗത്താവാൻ സാധ്യതയുണ്ടാകും. ഇടതുഭാഗത്ത് ആളുണ്ടെങ്കിൽ ഇടതുഭാഗത്തും വെക്കരുത്. അവൻ എൻ്റെ കാലിൻ്റെ ഇടയിൽ വെക്കണമെന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തബകളൊക്കെ പാലിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതൊക്കെ വിരോധിക്കാനും കൽപ്പിച്ചതൊക്കെ എടുക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.